ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിസ്മയുടെ ഏട്ടൻ എന്താ ഒരിക്കലും ഇല്ലാതെ എന്നെ കാണുമെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. വിസ്മയെ പറഞ്ഞു കാണുമല്ലോ, പെട്ടെന്ന് വീട്ടിലൊരു കല്യാണം തീരുമാനിച്ചു. അതിന്റെ തിരക്കിനിടയിൽ ഇതിലേ പോയപ്പോ തന്നെ ഒന്ന് നേരിട്ട് വിളിച്ച് ക്ഷണിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ആ സന്തോഷം. ഞാൻ മമ്മിയോട് പറഞ്ഞോളാം, വിസ്മയുടെ ബ്രദറ് വഴിയിൽ കാത്തു നിന്ന് മാരേജിന് നമ്മളെ ക്ഷണിച്ചു എന്ന്. പക്ഷെ ആള് സ്ഥലത്തില്ല. കർത്താവിനെയും മാതാവിനെയും കാണാനുള്ള കറക്കത്തില്ല. എക്സാം ആയതുകൊണ്ടാ ഞാൻ കൂടെ പോവാത്തത്. ആ അത് നന്നായി. അല്ല റബേക്ക, എനിക്കൊരു സംശയം. ഈ ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ MBBS കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ്മെന്റ് കിട്ടാറുണ്ടോ? അങ്ങനെ എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അപൂർവമായി സംഭവിക്കുമായിരിക്കും. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഏയ്, ഒരു സംശയം ചോദിച്ചതാ. നിങ്ങളുടെ ബാച്ചിൽ അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. എന്റെ അറിവിലില്ല. അല്ല, വിസ്മയ്ക്ക് ഇപ്പോഴേ ഒരു ജോലി ഉറപ്പിക്കാനാണോ ഈ ചോദ്യമൊക്കെ? അതെ, എക്സാം കഴിഞ്ഞാൽ അവളുടെ കാര്യം കൂടി നോക്കണമല്ലോ. ഏയ്, അവളെ കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ടെന്നേ. പഠിച്ചിറങ്ങുമ്പോ തന്നെ ഡോക്ടർ വിസ്മയെ കൊത്തിക്കൊണ്ടു പോകാൻ വിദേശത്ത് നിന്ന് വരെ ആളെത്തും. അതെനിക്കുറപ്പാ. അതെനിക്കറിയാം, അതാണ് എന്റെ എയിമും. പക്ഷെ അതിനു മുമ്പ് അവളെ ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എഗ്രിമെന്റ് ആക്കി കളയോ എന്നുള്ള ഭയം കൊണ്ട് ചോദിച്ചതാ ഞാൻ. ഏയ്, അവൾ എവിടെയും വാക്ക് കൊടുത്തിട്ടില്ലെന്നാ എന്റെ അറിവ്. ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയാതിരിക്കില്ല. അതെ, അതാണ് ഞാൻ റബേക്കയോട് തന്നെ ചോദിച്ചത്. പക്ഷെ അവളുടെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ഒക്കെ തന്നെയാ. ഞാൻ എല്ലാ കാര്യവും അവളോട് തുറന്ന് പറയാറുമുണ്ട്. പക്ഷെ അവൾ അങ്ങനെയല്ല. എന്നെക്കാളും കൂട്ട് എന്റെ മമ്മിയായിട്ടാ. അവര് തമ്മിൽ എന്തൊക്കെയോ സീക്രട്ട് ഇടപാടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, റബേക്കയുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ. അയ്യോ, എന്താ അവരുടെ പേര്? മഹേശ്വരി കുഞ്ഞമ്മ. ആള് തന്നെ. അല്ല, അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ? റബേക്കയ്ക്ക് അറിയാമോ അത്? അവർക്ക് എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. എന്താണെന്നറിയില്ല. അവരെന്തോ മലബാറിൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നൊക്കെ കേട്ടു. ഉണ്ടാവുമായിരിക്കും, നോ ഐഡിയ. ഈ MBBS ഫൈനൽ പഠിക്കുന്ന കുട്ടികളെ 1 കോടി രൂപ വരെ കൊടുത്ത് നേരത്തെ എഗ്രിമെന്റ് ആക്കി വെക്കുമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. വാട്ട്? 1 കോടിയോ? ഏട്ടനോട് ആരായി മണ്ടത്തരമൊക്കെ പറഞ്ഞ്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്രയും ബ്രില്യന്റ് ആയ കുട്ടികളാണെങ്കിൽ ചിലപ്പോ 5-10 ലക്ഷം കൊടുക്കുമായിരിക്കും. അത്ര തന്നെ. അതിൽ കൂടുതൽ കൊടുക്കില്ലല്ലോ? ആർക്കും കൊടുക്കില്ല. അതുറപ്പല്ലേ? 100%. അപ്പൊ വിസ്മയുടെ കയ്യിൽ കാശ് വന്നത് ആ വഴിക്കൊന്നുമല്ല. അവൾ എന്തോ വലിയ അപകടത്തിൽ ചെന്ന് തല വെച്ച് കൊടുത്തിട്ടുണ്ട്. തീർച്ച. വിനേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. റബേക്ക പൊക്കോളൂ. എനിക്ക് ചില ഫ്രണ്ട്സിനെ കൂടി ക്ഷണിക്കാനുണ്ട്. നമുക്ക് കാണാം. നിന്റെ വിനേട്ടൻ എന്താടി പറ്റിയത്? മഹേശ്വരി കുഞ്ഞമ്മയെ നിന്റെ ഏട്ടൻ എവിടെന്നാ പരിചയപ്പെട്ടത്? എനിക്കറിയില്ല. നിന്നെ MBBSന് പഠിക്കാൻ വിട്ടിട്ട് പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എടി, നീ സൂക്ഷിച്ചോ. നിന്റെ ഹൗസ് സർജൻസി കഴിയും മുമ്പ് വിനേട്ടൻ നിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലുകാർക്ക് വിൽക്കുമെന്നുള്ളത് ഉറപ്പാ. അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച മട്ടാ നിന്റെ ഏട്ടന്. പാവം, ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയ നീ ലക്കിയാടി. നിന്റെ ഫ്യൂച്ചറിനെ ഓർത്തുള്ള ആൻസൈറ്റിയാണ് നിന്റെ ഏട്ടന്. അതെ, ചേച്ചിയുടെ കല്യാണത്തിന്റെ തിരക്കിലും എന്നെ ഓർത്തുള്ള ടെൻഷനാ. നീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയതില് ഞാൻ ഭാഗ്യവതിയാ. പക്ഷേ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.